തിരുവനന്തപുരത്തു നിന്നും വരുന്ന ഒരു തട്ടിക്കൊണ്ടുപോകലിന്റെ വാർത്ത. തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പ്രതികളും പിടിയിൽ. കാർത്തിക്, സബീർ, റമീസ് എന്നിവരാണ് പിടിയിലായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് പ്രതികൾ റാഷിദിനെ തട്ടിക്കൊണ്ടുപോയത്. അഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിങ്. അഷിൻ, മലപ്പുറത്തുനിന്ന് ഇപ്പോൾ ഒരു തട്ടിക്കൊണ്ടുപോയ വാർത്ത ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തേ ഉള്ളൂ. തിരുവനന്തപുരത്തും ഉണ്ടോ ഈ തട്ടിപ്പ് രോഗം? കേരളം ഒന്നാകെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ രോഗം കേരളത്തിൽ ഒന്നാകെ പടരുകയാണോ അഷിൻ? അരുൺ, തീർച്ചയായും ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു ട്രെൻഡായി ഈ തട്ടിപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം ഒരു ദിവസം തന്നെ 3 അതിലധികമോ തട്ടിപ്പ് കേസുകളാണ് വരുന്നത്. തലസ്ഥാനത്തും സമാന തട്ടിപ്പ് കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെയാണ് ഈ വെഞ്ഞാറമൂട് സ്വദേശിയായ റാഷിദിനെ 3 അംഗ സംഘം കാറിലെത്തി തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ റാഷിദും സുഹൃത്തും ചേർന്ന് യാത്ര ചെയ്തിരുന്ന കാറിനെ പുറകിൽ നിന്ന് വന്ന് ഇടിച്ച് അതൊരു പോസ്റ്റിലേക്ക് ചേർത്ത് നിർത്തി. അങ്ങനെയാണ് ഈ അപകടപ്പെടുത്തിയ ശേഷമാണ് ഈ സംഘം റാഷിദിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. തുടർന്ന് കാറിലുണ്ടായിരുന്ന ഒരു സുഹൃത്തായ വനിത കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. അങ്ങനെ റാഷിദിന് വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കഠിനംകുളം പോലീസിന് ഒരു വിവരം ലഭിക്കുന്നത്. റാഷിദിനെ ഉൾപ്പെടെ ഉള്ള ഒരു കാറിൽ 3 യുവാക്കൾ യാത്ര ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ കഠിനംകുളം പോലീസ് കിളിമാനൂർ പോലീസിന് വിവരം അറിയിക്കുന്നു. കിളിമാനൂർ പോലീസും കഠിനംകുളം പോലീസും ചേർന്ന് ഈ വാഹനത്തെ ചേസ് ചെയ്ത് സാഹസികമായി നടുറോഡിൽ വെച്ച് തന്നെ പിടികൂടുകയും ചെയ്യുന്നു. ഈ പിടികൂടുന്ന സമയത്ത് 4 പേരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത്. റാഷിദ് ഉൾപ്പെടെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ, അതായത് മുഖ്യപ്രതിയായിട്ടുള്ള ശ്രീജിത്ത്, ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. മറ്റു 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഇതിനിടെയാണ് കഴക്കൂട്ടത്ത് നിന്നും ശ്രീജിത്തിനെ പിടികൂടുന്നത്. ശ്രീജിത്ത് ആകട്ടെ ഈ കേസിൽ ഒരു മുഖ്യ കണ്ണി മാത്രമല്ല, ഇയാൾ നേരത്തെയും പല കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ്. ഈ അടുത്ത് ഹണി ട്രാപ്പിൽ ഒരു യുവാവിനെ തട്ടിച്ച് അയാളുടെ സ്വർണ്ണാഭരണങ്ങളും ആഡംബര കാറും തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ് ശ്രീജിത്ത് എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസമാണ് ഇയാൾ പരോളിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് ശേഷമാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. എന്തായാലും 3 പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അരുൺ, താങ്ക് യു. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.